ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. പണം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു ഹാപ്പിനെസ്, മുഖത്തൊരു ചിരിപ്പ് വരില്ല. നമ്മുടെ കയ്യിൽ അത്രയും പണം വന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഒരു ലക്ഷറിയസ് ലൈഫ് ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ചിന്തിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ മുഖം ഇങ്ങനെ മലരും. നമ്മൾ ഇന്ന് നോക്കാൻ പോകും, നമുക്ക് എങ്ങനെ പണത്തെ അട്രാക്ട് ചെയ്യാം, പണത്തെ ആകർഷിക്കുന്ന കാന്തമായിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പലരും പറയുന്ന കാര്യമാണ്, ഞാൻ എന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തു, എത്ര മാനിഫെസ്റ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് പണം വരുന്നില്ല, പണത്തിന്റെ ആ ബ്ലോക്കേജ് മാറുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? ചിലരൊക്കെ ഉടനെ എന്ത് ചെയ്താലും അവർക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ആയി വരും. അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെറിയ വയസ്സ് മുതലേ കേട്ട് കേട്ട് വളർന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അതെല്ലാം നമ്മുടെ പണത്തെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ബ്ലോക്കേജ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്താലും ചിലർക്ക് മണി അട്രാക്റ്റ് ആയി വരാത്തത്. അപ്പോൾ ഒരു 3 മിനിറ്റ് നിങ്ങൾ ചിലവാക്കിയാൽ നമ്മുടെ ഈ പണത്തിന്റെ ബ്ലോക്കേജ് ഒക്കെ നമുക്ക് മാറ്റാനും നമ്മുടെ മൈൻഡിലുള്ള ആ ബ്ലോക്കേജ് ഒക്കെ മാറ്റി നമ്മളിലേക്ക് ധാരാളം മണി അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 3 മിനിറ്റ് പ്രാക്ടീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, അതായത് വിരലിലുണ്ടാവുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളിലേക്ക് മണി അട്രാക്റ്റ് ആയി വരാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള മണി നിങ്ങൾ ഒരുപാട് എഫർട്ടൊന്നും ഇടാതെ തന്നെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കുറച്ചുപേരൊക്കെ വന്ന് ചോദിക്കും, അപ്പോൾ ഇനി ജോലിയൊന്നും ചെയ്യണ്ടേ എന്നൊക്കെ. ചിലരൊക്കെ എത്രയൊക്കെ കിടന്ന് ഫുൾ ടൈം അധ്വാനിച്ചാലും അവർക്ക് ആ ഒരു ശരാശരി ജീവിതം, അവർ അന്നുള്ള ജോലി ചെയ്യുന്നു, അങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ പോകുന്നു, അല്ലാതെ അവർക്ക് അങ്ങനെ വലിയ സേവിങ്സ് ഒന്നും കാണില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മൈൻഡ് സെറ്റാണ്, മൈൻഡിലുള്ള ബ്ലോക്കേജസ് ആണ്. നമ്മൾ മണിയെ തേടി പോകേണ്ടതില്ല, മണി നമ്മളെ തേടി വരും. അപ്പോൾ നമ്പർ 1, പണത്തെക്കുറിച്ചുള്ള വിശ്വാസം, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ മാറ്റണം. അപ്പോൾ ഒരാളുടെ തന്നെ പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, പണം എന്ന് പറഞ്ഞാൽ എന്താണ്, പണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? അയ്യോ പണോ, അതൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് പണമൊക്കെ സമ്പാദിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട കാര്യമാണ്, നമുക്കൊക്കെ പണം വരുമോ? ഒന്നും നമുക്കൊന്നും പറഞ്ഞിട്ടില്ലേ, പണം സമ്പാദിക്കുന്ന പറയുന്നത് ഭയങ്കര ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പാടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും അഭിപ്രായം വരുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എന്താണ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വരുന്നത്? പോസിറ്റീവാണോ, നെഗറ്റീവാണോ, ഡൗട്ടാണോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മണി ബ്ലോക്കേജ് എന്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന്. ഇതിനൊക്കെയുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യവും നമ്മുടെ പാരൻസ് ആയിരിക്കും, നമ്മുടെ ചുറ്റുപാടുകൾ, ഈ സമൂഹം എല്ലാം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചെറുതിലിരുന്നേ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വന്ന് ഒരു സക്സസ് ആയി റിച്ച് ആയിട്ടിരിക്കുന്ന ഒരാൾ വന്നാൽ പോലും പറയും, ഞാൻ ചെറുതിലെ അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടാണ് പണം സമ്പാദിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ സ്റ്റോറി പറയും. അതൊക്കെ കേട്ട് നമ്മളെന്താ പറയും, ഓ പണം സമ്പാദിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അങ്ങനെ. അല്ലെങ്കിൽ പരമ്പര പണക്കാരായിരിക്കണം. നമുക്ക് തന്നെ അങ്ങനെ ഇല്ലല്ലോ. പിന്നെ കുറച്ചു പേരൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പണത്തെ എല്ലാം സ്നേഹിക്കാൻ പാടില്ല, പണത്തിന്റെ പിറകെ പോകരുത്, അങ്ങനെ പോകുന്നത് തെറ്റാണ്, പാവമാണ്. ഇപ്പൊ അതെല്ലാം കേട്ട് എന്താന്ന് വെച്ചാൽ, ഓ പണത്തിനെ സ്നേഹിക്കാൻ പാടില്ല, പണത്തിന്റെ പിറകെ പോകാൻ പാടില്ല, അങ്ങനെ റിച്ച് ആയിരിക്കുന്നത് തെറ്റാണ്, അങ്ങനെ കുറെ ബ്ലോക്കേജ് ഉള്ളവരും ഉണ്ട്. അങ്ങനെ കേട്ടും കണ്ടും വളർന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും, നമ്മൾ ലോ ക്ലാസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, നമ്മൾ ഇങ്ങനെ തന്നെയാണ് ലൈഫ് ലോങ്, നമുക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ജീവിത രീതിയിൽ തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അതേ സിറ്റുവേഷൻസ്, അതേ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിലെ ഈ ബ്ലോക്കേജ് ആണ്. അപ്പം നമുക്ക് മണി അട്രാക്റ്റ് ആവില്ല. അപ്പോൾ ഈ ചിന്തകളും വിശ്വാസവും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ് ഇരിക്കുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാ കൊണ്ട് പറഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസിലെല്ലാം പതിഞ്ഞിരിക്കുന്നത് അതായതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പം മണി അട്രാക്റ്റ് ആവില്ല. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് ആണ് ഇവിടെ അട്രാക്റ്റ് ആയി വരുന്നത്. പ്രപഞ്ചത്തിന് നിങ്ങൾ വാ കൊണ്ട് പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് ആണ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നടക്കുന്നത്. എനിക്ക് റിച്ച് ആകാൻ പറ്റും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള ആ ബ്ലോക്കേജ് മാറി പൂർണ്ണ വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലെത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതിന് ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ആ ബ്ലോക്കേജിനെ മാറ്റാനായിട്ട് നമ്മൾ എന്താണ് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ വരുന്നത്, പണം സമ്പാദിക്കുന്നത് വളരെ കഷ്ടമാണെന്നുള്ള ചിന്തയെ എന്തെന്ന് വെച്ചാൽ, ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ച് എഴുതുക. ഒരു 10 പ്രാവശ്യം എഴുതുക. പണം സമ്പാദിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, പണം സമ്പാദിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങളൊരു 10 പ്രാവശ്യം എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ എന്താവെന്ന് വെച്ചാൽ, കുറേശ്ശെ ആയി നമ്മുടെ ആ ബിലീഫ് സിസ്റ്റം മാറി നമ്മുടെ സബ് കോൺഷ്യസിൽ പണം സമ്പാദിക്കുന്ന ഈസി ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ്. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പിൽ പണം ഈസി ആയിട്ട് സമ്പാദിക്കുന്ന പലരുടെയും ഫേസ് വരാം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാൻ തുടങ്ങും.
നമുക്ക് തന്നെ ഓർമ്മ വരാൻ തുടങ്ങും. എത്രയോ പേര് വളരെ ഈസി ആയിട്ട് പണം സമ്പാദിക്കുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ വളരെ ഈസി ആയിട്ട് ഒരു മൊബൈൽ വെച്ച് തന്നെ വളരെ ഈസി ആയിട്ട് പണം സമ്പാദിക്കുന്നു. അങ്ങനെ പണം സമ്പാദിച്ച് സക്സസ് ആയവരുടെ പല കാര്യങ്ങളും നമുക്ക് തന്നെ ഓർമ്മ വരും. നമുക്ക് കാണാനും കഴിയും. അപ്പോൾ നമ്മുടെ ആ ബിലീഫ് സിസ്റ്റം അവിടെ മാറുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോഴെല്ലാം, നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ, ഒരു 10 രൂപ കിട്ടിയാൽ പോലും അതിനെ എടുത്തു വെച്ച് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നമ്മുടെ കയ്യിൽ പണം വന്നിരിക്കുന്നു. എന്നിട്ട് ആ പണം കിട്ടുമ്പോഴെല്ലാം പണം സമ്പാദിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ. ആ മണി എടുത്തു വെച്ച് പറയുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ബ്ലോക്കേജസ് ഒക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ മാറിപ്പോകാൻ തുടങ്ങും. ഒരു അഫർമേഷൻ ആയിട്ട് നിങ്ങൾ അടിക്കടി ഇങ്ങനെ പണം വരുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ എന്തെങ്കിലും സാധനം വാങ്ങുമ്പം പണം കൊടുക്കുമ്പോൾ പോലും പറയുക, പ്രപഞ്ചത്തിന് നന്ദി, എൻ്റെ കൈകളിൽ ഇത്രയും സുലഭമായിട്ട് പണം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഒന്ന് മാറുന്നു, നിങ്ങൾ മണിയെ അട്രാക്ട് ചെയ്യും. നെക്സ്റ്റ്, ഇൻവിസിബിൾ മണി. അതായത് നമ്മൾ ചെറിയ വയസ്സ് മുതൽ ഇതുവരെ നമ്മുടെ കയ്യിൽ പണം ഇല്ല, പണത്തിൻ്റെ വാല്യൂ അറിയില്ല, പണം ഒന്നും അറിയാത്ത സമയത്ത് പോലും നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു. അതെങ്ങനെയാണ്? പണം ഇല്ലാതെ നടക്കുമോ? ഇപ്പം നമ്മുടെ പാരൻസ് ആയാലും ആരായാലും തന്ന് നമ്മൾ അതെല്ലാം സാധിച്ചു കിട്ടിയെങ്കിൽ അതെല്ലാം പണം മുഖേനയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെയെല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ പഠിച്ചത്, ഇത്രയും പഠിച്ച് ഇപ്പോൾ ഒരു ലെവലിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്നു, അതെല്ലാം എങ്ങനെയാണ്? പണം മുഖേനയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഡ്രസ്സ്, ജ്വൽസ്, എല്ലാറ്റിൻ്റെയും പിന്നിൽ പണമാണ്. ഒരു മൊബൈൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതെങ്ങനെയാണ്? പണം മുഖേനയാണ് കിട്ടിയത്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ഓർക്കാറുമില്ല, നന്ദി പറയാറില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ കിട്ടിയ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ആ പേപ്പറിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ കിട്ടിയ 10 കാര്യങ്ങൾ എഴുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുതോ വലുതോ ഏത് കാര്യം വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾ എഴുതുക. ഇങ്ങനെ എഴുതുന്നതിൽ നിങ്ങൾ ഒരാൾ ഹെൽപ്പ് ചെയ്തതായിരിക്കാം, നിങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതായിരിക്കാം, അതെല്ലാം നിങ്ങൾക്ക് എഴുതുക. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിൽ അങ്ങനെ കിടക്കുകയല്ലേ പണം ഇല്ല, പണം സമ്പാദിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണെന്നുള്ളതൊക്കെ മാറാൻ തുടങ്ങും. ആ ബ്ലോക്കേജസിനെല്ലാം നമ്മൾ കുറേശ്ശായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവുമെന്ന് വെച്ചാൽ, ശരിയാണ്, എനിക്ക് ഇത്രയും പണം ഉണ്ടായിരുന്നു, പണം സമ്പാദിക്കുന്നത് ഈസിയാണ്, ഇനിയും ഇതുപോലെ എൻ്റെ കൈകളിൽ ധാരാളം മണി വരും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് വരികയും ആ ഒരു സന്തോഷം നമുക്കുണ്ടാവുകയും അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ബ്ലോക്കേജസ് എല്ലാം മാറിപ്പോവുകയും മണി അട്രാക്റ്റായി വരികയും ചെയ്യും. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്വലൈസേഷൻ. നമുക്ക് എത്ര എമൗണ്ട് വേണോ അതിന് നിങ്ങൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യുക. അതിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നും കൊണ്ട് 1 കോടി 10 കോടി അങ്ങനെയെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴോ ഇതൊക്കെ കിട്ടോ, നമുക്ക് ഉടനെ തന്നെ അങ്ങനെ ഒരു ചിന്ത വരും. അതുകൊണ്ട് ഒരു മിനിമലൈസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഫസ്റ്റ്. എന്നിട്ട് അത് നടക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ കോൺഫിഡൻറ്റ് വരികയും വലിയ വലിയ എമൗണ്ട് ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു എമൗണ്ട് എടുക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ എങ്ങനെയിരിക്കും, കിട്ടിയിട്ട് ആ മണി കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് വിഷ്വലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് വാങ്ങാൻ പോകുന്നു, അത് വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്ന ഒരു 10 കാര്യം എടുത്ത് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങും. അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ തുടങ്ങും. നിങ്ങൾ പണം ഉണ്ടാക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ തന്നെ അത് തുടങ്ങും. നിങ്ങൾ അതുകൊണ്ട് ചെയ്യിപ്പിക്കും, പ്രവർത്തിപ്പിക്കും. എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും നിങ്ങളുടെ കൈകളിൽ മണി വരാൻ തുടങ്ങും. പല റിസർച്ചും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം പല പ്രാവശ്യം ചെയ്യുന്നതും നമ്മുടെ മൈൻഡിൽ പല പ്രാവശ്യം അതിനെക്കുറിച്ചുള്ള വിഷ്വലൈസേഷൻ ചെയ്യുന്നതും ഒരേ കാര്യമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലെത്തിച്ചേരാൻ പറ്റും എന്നാണ് പല റിസർച്ചുകളും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഒരു 3 ദിവസം ചെയ്ത് നോക്കൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ മണി ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഒരു 10 പ്രാവശ്യം നിങ്ങൾ എഴുതുന്നു. എന്നിട്ട് അതിനെ നിങ്ങൾ മണി കാണുമ്പോഴും എടുക്കുമ്പോഴെല്ലാം ഒരു അഫർമേഷൻസ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് പറയുന്നു. അതായത് മണി ഉണ്ടാക്കുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ മണി കൊണ്ട് കിട്ടിയ 10 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് എഴുതുന്നു. നിങ്ങൾക്ക് എത്രയാണോ മണി വേണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, ലിസ്റ്റ് ഔട്ട്.
ഇങ്ങനെ നിങ്ങൾ 3 ദിവസം എഴുതിയതിന് ശേഷം അടുത്ത ദിവസം തൊട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതണ്ട. ഈ 3 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ബ്ലോക്കേജ് എല്ലാം മാറി. എത്ര വലിയ ബ്ലോക്കേജ് ഉണ്ടായാലും എന്തുകൊണ്ട് എനിക്ക് മാത്രം മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ കൈകളിൽ മണി ഫ്ലോ വരും. അതായത് 3-ാമത്തെ ദിവസം മുതൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ 1 മിനിറ്റ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ അഫർമേഷൻസ് പറയുന്നു. അതായത് എൻ്റെ കൈകളിൽ പണം വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, വളരെ എളുപ്പത്തിൽ സുലഭമായി എൻ്റെ കൈകളിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അഫർമേഷൻസ് ഫീൽ ചെയ്ത് പറയുക. ഇപ്പം നമ്പർ 2, 1 മിനിറ്റ് ഇതുവരെ നിങ്ങൾക്ക് മണി കൊണ്ട് കിട്ടിയ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ നന്ദി പറയുന്നു. അപ്പോഴാണ് നിങ്ങൾ 1 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇനി എത്ര മണി വേണമോ അത് കിട്ടുന്നതായും അത് വെച്ച് നിങ്ങൾ എന്തൊക്കെ വാങ്ങുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മണി ബ്ലോക്കേജ് എല്ലാം മാറി നിങ്ങളുടെ കൈകളിൽ പണം വന്നിരിക്കും. ഇത് എത്ര ദിവസം വേണമെങ്കിലും പറയാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം, ഏത് നേരത്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഒരേ ഇമോഷൻസ് ഇങ്ങനെ പണത്തെക്കുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ബ്ലോക്കേജ് എല്ലാം മാറി ധാരാളം പണം നിങ്ങളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.